പൗരത്വ ബില്ല് അവതരിപ്പിച്ചതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപി വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അസം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ 5 സംസ്ഥാനങ്ങളാണ് ഇതോടെ ബിജെപിക്കെതിരെ തിരിഞ്ഞത്. ബിജെപിയുടെ അസമിലെ സഖ്യകക്ഷിയായ അസം ഗണപരിഷത്ത് ബിജെപി വിട്ടതിന് പിന്നാലെ അരുണാചൽ പ്രദേശിലും ബിജെപിയിൽ നിന്നും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി കൂടിയായ ബിജെപി നേതാവ് ഗോഗോങ് അപ്പാങ് രാജിവെച്ചതിന് പിന്നാലെ 4 നേതാക്കളാണ് ഇപ്പോൾ ബിജെപിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ 2 പേർ ബിജെപി മന്ത്രിമാരും മറ്റു 2 പേർ നാഷണൽ പീപ്പിൾസ് പാർട്ടി MLA-മാരുമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ NPP MLA-മാരായ തപാങ് തല്ലോ, രാജേഷ് താച്ചോ, മുൻ ബിജെപി മന്ത്രിമാരായ കൊമോലി മുസാൻ, ലിച്ചി ലഗി എന്നിവരും കോൺഗ്രസിൽ ചേർന്നു. ദേശീയ പൗരത്വ ബില്ല് പാസാക്കിയതോടെ വൻ പ്രതിഷേധമാണ് ഈ സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരെ ഉയരുന്നത്. അസമിൽ സഖ്യകക്ഷിയായ AGP സഖ്യം അവസാനിപ്പിച്ചതിന് പിന്നാലെ മേഘാലയയിലും മിസോറാമിലും സഖ്യകക്ഷികൾ ബിജെപിക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ത്രിപുരയിലും നാഗാലാൻഡിലും സമാന പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. അതിനിടെയാണ് പ്രമുഖരായ ബിജെപി നേതാക്കളും MLA-മാരും ബിജെപി പാളയത്തിൽ നിന്നും കോൺഗ്രസിൽ ചേക്കേറുന്നത്.